അമിത്ഷായുടെ കഴിഞ്ഞ ദിവസത്തെ കേരള സന്ദർശനം അണികളിൽ വർദ്ധിച്ച തോതിലുള്ള ആവേശം ഉണർത്തുകയുണ്ടായി. തിരുവനന്തപുരത്തെ തിരക്കേറിയ പരിപാടികൾക്കിടയിൽ നേതാക്കളുമായി സംസാരിച്ച അദ്ദേഹം 2026 തിരഞ്ഞെടുപ്പിൽ കേരളം BJP പിടിക്കും എന്ന് പറഞ്ഞു. 26 തിരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഭരണ നിയന്ത്രണം BJP ഏറ്റെടുത്തില്ലെങ്കിൽ പോലും ഭരണത്തിൽ നിർണായക ശക്തിയായി BJP മാറും എന്ന കാര്യത്തിൽ പ്രവർത്തകർക്കും നേതാക്കൾക്കും തർക്കമില്ല. പ്രതികൂല സാഹചര്യത്തിൽ നേരിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 30ഓളം സീറ്റുകളിൽ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ എത്തിയത് അത്ര നിസ്സാരമായി കാര്യമായി മറ്റു പാർട്ടിക്കാർ കരുതരുത്. തിരുവനന്തപുരം, തൃശൂർ ജില്ലകളിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ പാർട്ടിക്ക് ഇന്നെത്താൻ സാധിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ 2 മണ്ഡലങ്ങളിലും, പാലക്കാട് ജില്ലയിലെ 2 മണ്ഡലങ്ങളിലും, കൊല്ലം ജില്ലയിലെ 1 മണ്ഡലത്തിലും, ആലപ്പുഴ ജില്ലയിലെ 2 മണ്ഡലങ്ങളിലും പാർട്ടി 1ഉം 2ഉം സ്ഥാനങ്ങളിൽ എത്തി മറ്റു പാർട്ടിക്കാരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ നിന്നോ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ നിന്നും കുമ്മനം രാജശേഖരനെ നിയമസഭയിൽ എത്തിക്കാനുള്ള പരിപാടികളാണ് അണിയറയിൽ നടക്കുന്നത്. കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിൽ നിന്ന് ഷോൺ ജോർജിനെ നിയമസഭയിൽ എത്തിക്കാനുള്ള പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ ഷോണിന്റെ പിതാവ് PC ജോർജ് ഒറ്റയ്ക്ക് മത്സരിച്ചു രണ്ടാം സ്ഥാനത്ത് എത്തിയതും BJP മാന്യമായ വോട്ട് ഷെയറോടുകൂടി 4ാം സ്ഥാനത്ത് വന്നതും നിസ്സാര കാര്യമല്ല. കുമ്മനം രാജശേഖരനും ഷോൺ ജോർജും മത്സര രംഗത്ത് വന്നതോടുകൂടി മധ്യ കേരളത്തിൽ തീപാറുന്ന മത്സരം കാഴ്ചവെക്കുവാൻ സാധിക്കുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഭാരതീയ ജനതാ പാർട്ടിയുടെ അടിസ്ഥാന വർഗങ്ങളുടെ വോട്ട് മുഴുവൻ ശേഖരിക്കുവാൻ കഴിഞ്ഞു എന്നതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത തന്നെ. BJPയിൽ വിഭാഗീയത മാധ്യമ സൃഷ്ടിയാണ് എന്ന് മുഴുവൻ ജനത്തെയും ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനമായിരുന്നു K. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായി കേരളത്തിന്റെ മാത്രം ഒരു പ്രത്യേകത കേരളത്തിൽ ട്രൈ പാർട്ടി പൊളിറ്റിക്സ് ആണ് എന്നുള്ളതാണ്. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അത് ബൈ പാർട്ടി പൊളിറ്റിക്സ് ആണ്. BJPയുമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ മറ്റ് സംസ്ഥാനങ്ങളിൽ ഏറ്റുമുട്ടുന്നുണ്ടെങ്കിൽ കേരളത്തിൽ മാത്രം LDFും UDFും BJPയെ ഒരുപോലെ എതിർക്കുന്നുണ്ട്. വോട്ട് 3ആയി തിരിഞ്ഞു പോവുകയും LDF UDFും മാറി മാറി അധികാരത്തിൽ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത്. ഇത് മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിൽ ജാതി രാഷ്ട്രീയവും പ്രധാനമായും 2ആണ്. ഒന്നുകിൽ ഹൈന്ദവ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രീയം, അഥവാ ഹൈന്ദവരും ഇസ്ലാമും തമ്മിലുള്ള ഒരു മത്സരമാണ് രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും നടക്കുന്നത് എങ്കിൽ കേരളത്തിൽ മാത്രം ക്രിസ്ത്യാനിക്ക് പ്രത്യേകമായി ഒരു പങ്കുണ്ട്. അവിടെയും 3ആയി വോട്ട് പിരിഞ്ഞു പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രത്യേക സ്ഥിതി കാരണമാണ് കേരളത്തിൽ നാളിതുവരെ BJPക്ക് മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ സാധിക്കാതെ വന്നത് എന്നാണ് വിലയിരുത്തൽ. ആകെയുള്ളതിൽ 50% കേരളത്തിൽ ഹിന്ദു ജനസംഖ്യ. അതിന് 40% BJPക്ക് അർഹതപ്പെട്ട തീവ്ര ഹിന്ദുത്വം മനസ്സിൽ കൊണ്ടു നടക്കുന്ന വിഭാഗമുള്ളത്. അത് ആകെയുള്ള വോട്ടിന്റെ 20%. അതാണ് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി BJP കൈവരിച്ചിരിക്കുന്നത്. അതിൽ K. സുരേന്ദ്രൻ വഹിച്ച പങ്ക് ആരും കാണാതെ പോകരുത്. BJPയുടെ ആരംഭകാലം മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ 2019 വരെ BJP സംസ്ഥാന പ്രസിഡന്റിന്റെ ഏകാംഗ പരിപാടിയായിരുന്നു കേരളത്തിലെ BJP. അതിന് മാത്രമേ BJP ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അക്കാലങ്ങളിൽ പ്രാദേശികമായി നടത്തി മറ്റു പാർട്ടികളുമായി യോജിച്ചു പോകുന്ന ചില പരിപാടികളാണ് BJP നടത്തിയിരുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദമായ MV ഗോവിന്ദന്റെ പ്രസ്താവന മറയ്ക്കുവാൻ സമയമായിട്ടില്ല. അടിയന്തരാവസ്ഥ കാലത്ത് പൊതുശത്രുവിനെ നേരിടാൻ ബാക്കി മുഴുവൻ പേരും ഒന്നിച്ച കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായും മറ്റു പാർട്ടികളായും BJP പൊളിഞ്ഞു തെളിഞ്ഞു ബന്ധമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള സത്യം മറച്ചു വെക്കേണ്ട കാര്യമില്ല. 2014 മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റായി വന്നപ്പോൾ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തം നൽകി അയച്ചിരുന്ന ഇന്നത്തെ സംഘടനാ ചുമതലയിലുള്ള അഖിലേന്ത്യാ സെക്രട്ടറി BL സന്തോഷ് കേരളത്തിലെ സംഘടനാ ചുമതലയുള്ള KR ഉമാകാന്തനുമായി ചേർന്ന് വലിയ പ്രവർത്തനമാണ് കേരള BJPയിൽ വരുത്തിയത്. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലുമുള്ള ഒട്ടുമുക്കാൽ വാർഡുകളിലും കമ്മിറ്റികൾ ഉണ്ടാക്കുകയും അത് സംസ്ഥാന തലത്തിൽ വരെ അലകും പിടിയും ഉള്ള ഒരു സംഘടനയാക്കി മാറ്റിയെടുക്കുകയും ചെയ്തതിന്റെ ഉത്തരവാദിത്തം BL സന്തോഷിനും KR ഉമാകാന്തനും ഉള്ളതാണ്. പഞ്ചായത്തുകളിൽ നിന്ന് പഞ്ചായത്തുകളിലേക്ക് ഇവരുടെ നിർദ്ദേശം അനുസരിച്ച് ഓട്ടപ്രദക്ഷിണം നടത്തിയിരുന്ന ആളായിരുന്നു K. സുരേന്ദ്രൻ. B. മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തമുള്ള ജോലി ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അടിത്തട്ട് മണ്ണിളക്കി കളമറിച്ച് കുമ്മായം തൂളി വളം ചേർത്ത് ഇളക്കി ഒരുക്കിയിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ ഉത്തരവാദിത്തം വേറെയാണ്. പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ച് മറ്റു പാർട്ടികളിൽ സ്വമേധയാ ചെന്നെത്തുന്ന വോട്ടുകൾ ആകർഷിച്ച് BJPയോട് ചേർത്ത് നിർത്തുക എന്നതാണ്
അദ്ദേഹത്തിനുള്ള പ്രധാന പണി. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും അത് വിജയകരമായി നടപ്പാക്കാനുമുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ കഴിവാണ് കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തെ കേരളത്തിലേക്ക് നിയോഗിക്കാനുള്ള കാരണം. പുതിയ പാതകൾ വെട്ടിത്തുറക്കാൻ രാജീവ് മിടുക്കനാണ്. കേരളത്തെ ഇന്ന് ഗ്രസിച്ച് നിൽക്കുന്ന തൊഴിലില്ലായ്മയും യുവജനങ്ങളുടെ രാജ്യം വിട്ടുള്ള ഒഴുക്കും അവസാനിപ്പിക്കുക എന്നത് തന്നെയായിരിക്കും രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുക്കുന്ന ആദ്യത്തെ വെല്ലുവിളി. വിദ്യാഭ്യാസ മേഖലയിലെ സമരങ്ങൾ ഇല്ലാതാക്കുവാനും ചോരയും നീരും കൊടുത്ത് ഈ നാട്ടിലെ SFIക്കാർ സംരക്ഷിച്ചു നിർത്തിയിരുന്ന ഉന്നത വിദ്യാഭ്യാസത്തെ പൊളിച്ചെഴുതിയും രാജീവ് ചന്ദ്രശേഖർ വിപ്ലവം സൃഷ്ടിക്കും. കേരളത്തിൽ ഇന്നുള്ള വിദ്യാഭ്യാസത്തെ വെറും അഭ്യാസം എന്ന നിലയിൽ നിന്ന് മാറ്റി വിദ്യ പഠിപ്പിക്കുന്ന ആലയമാക്കാനുള്ള നീക്കമാണ് രാജീവ് ചന്ദ്രശേഖർ ആദ്യം സ്വീകരിക്കുക. അതോടൊപ്പം യുവജനങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തുവാൻ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും തൊഴിൽ സംസ്കാരം സൃഷ്ടിക്കുവാനും അദ്ദേഹം കുറച്ച് വിഷമിക്കേണ്ടി വരും. ആ വെല്ലുവിളികളെ അദ്ദേഹം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ആശ്രയിച്ചിരിക്കും 26 തിരഞ്ഞെടുപ്പിൽ കേരളം ആരുടെ ഒപ്പം നിൽക്കുമെന്ന് ജനം തീരുമാനിക്കുന്നത്. ഏതായാലും തിരഞ്ഞെടുപ്പിൽ നേരിട്ട് മത്സരം നടക്കുകയും LDFും UDFും ചേർന്ന് BJPക്ക് അക്കൗണ്ട് തുറക്കാൻ അവസരം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പരസ്പരം വീതം വെച്ച് കളിക്കാതിരിക്കുകയും ചെയ്താൽ 20-ൽ താഴെ സീറ്റ് BJP കൈക്കലാക്കും. അങ്ങനെയൊരു സാഹചര്യം സംജാതമായാൽ 31-ലെ തിരഞ്ഞെടുപ്പിൽ BJPക്ക് സമ്പൂർണ്ണ ആധിപത്യം കരഗതമാകുവാൻ സാധിക്കും. ഇതിനുവേണ്ടി രാജീവ് ചന്ദ്രശേഖർ ഏത് നയമാണ് ഉപയോഗിക്കുന്നത് എന്ന് ഇന്നും ആർക്കും മനസ്സിലായിട്ടില്ല. യുദ്ധമുഖത്ത് ഇറക്കേണ്ടവരെയും പരികർമ്മികളായി കരക്കിരുന്ന് കപ്പലോടിക്കേണ്ടവരെയും തിരഞ്ഞെടുക്കുന്ന ഭഗീത പ്രയോഗത്തിലാണ് അദ്ദേഹം ഇപ്പോൾ. സംസ്ഥാനത്തിന്റെ ദുർഗതിയിൽ നിരാശരായി നിൽക്കുന്ന മുഴുവൻ യുവജനങ്ങളെയും പാർട്ടിയോട് അടുപ്പിച്ച് നിർത്തുകയും ഇവരെ ആകർഷിച്ച് നിർത്തുകയും ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹം അണികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിനായി തെരഞ്ഞെടുപ്പുകളിലുള്ള ചുമതല തലമുതിർന്ന നേതാക്കന്മാരെ ഏൽപ്പിക്കുവാനുള്ള നീക്കം അണിയറയിൽ നടക്കുന്നുണ്ട്. ഒരു ജില്ലയ്ക്ക് ഒരു സംസ്ഥാന നേതാവും ഓരോ നിയോജക മണ്ഡലത്തിലും അവരുടെ ഇഷ്ടപ്രകാരമുള്ള പ്രവർത്തകരെ കൂടെ കൂട്ടുവാനുള്ള സ്വാതന്ത്ര്യവുമാണ് നൽകുവാനുള്ള സാധ്യത. വിജയ സാധ്യതയിലുള്ള മണ്ഡലങ്ങളെ കണ്ടെത്തി വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ഇപ്പോഴേ ചുമതല ഏൽപ്പിച്ച് പ്രവർത്തനം ആരംഭിക്കുവാനും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നിയമസഭാ സ്ഥാനാർത്ഥികളായി ഇപ്പോൾ നിശ്ചയിക്കുന്നവർ ത്രിതല പഞ്ചായത്തുകളിൽ വിജയ സാധ്യതയുള്ളവരെ കണ്ടുപിടിച്ച് സ്ഥാനാർത്ഥികളാക്കുകയും 25% പഞ്ചായത്ത് വാർഡുകളിൽ BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കുവാൻ സാധിച്ചാൽ കേരളത്തിലെ മൊത്തം രാഷ്ട്രീയ ഗതി തന്നെ മാറും. അതിനുള്ള തന്ത്രമാണ് അമിത്ഷായും രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ BM മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, K സുരേന്ദ്രൻ, CK പത്മനാഭൻ, VK കൃഷ്ണദാസ് അടക്കമുള്ള മുൻ പ്രസിഡന്റുമാരും മുതിർന്ന നേതാക്കന്മാരുമായി അമിത്ഷാ ആലോചിച്ചത്. പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വെച്ച് അസ്വസ്ഥതകൾ ഉണ്ട് എന്ന് പാർട്ടി വിരോധികളായ മാധ്യമ പ്രവർത്തകരുടെ സൃഷ്ടിയാണ് എന്നും അത്തരം വാർത്തകളെ ആരും പരിഗണിക്കേണ്ടത് പോലുമില്ല എന്നും അമിത്ഷാ നേതാക്കന്മാരോട് പറഞ്ഞു. സ്ഥിരമായി BJPക്കെതിരെ വാർത്തകൾ ചമയ്ക്കുന്ന മാധ്യമങ്ങളെയും കൃത്രിമ കഥകൾ ഉണ്ടാക്കി ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നവമാധ്യമങ്ങളെയും പ്രത്യേകം കണ്ടെത്തി അവരെ ഒറ്റപ്പെടുത്തുവാനുള്ള നീക്കം നടത്തണമെന്നും അമിത്ഷാ നിർദ്ദേശം നൽകി. കൽപ്പിത കഥകൾ മെനഞ്ഞ് BJPയെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളോട് പൊരുത്തപ്പെട്ടു പോകുന്നതിനേക്കാൾ നല്ലത് മത്സരബുദ്ധിയോടുകൂടി അവരെ എതിർത്ത് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത് എന്നും അമിത്ഷാ നേതാക്കന്മാരെ ഓർമ്മിപ്പിച്ചു. നമ്മൾ എത്രമാത്രം അവരുമായി സഹകരിക്കാൻ ശ്രമിച്ചാലും അവർ പഠിച്ചത് എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ഏതായാലും 2026-ലെ തിരഞ്ഞെടുപ്പിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി നിയമസഭയ്ക്കുള്ളിൽ BJP അംഗങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കാനുള്ള നടപടികളാണ് അമിത്ഷായും രാജീവ് ചന്ദ്രശേഖരും സംസ്ഥാന പ്രസിഡന്റുമാരും ചേർന്ന് ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനായി കാത്തിരിക്കാം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.